ചേട്ടാ ഈ ഇപ്പോഴത്തെ സിനിമയുടെ പ്രൊമോഷൻ പോലെയല്ല, അല്ല മുന്നത്തെ സിനിമ പ്രൊമോഷൻ പോലെയല്ല ഇപ്പോഴത്തെ സിനിമ പ്രൊമോഷൻ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ നിങ്ങളുടെ കൂടെ നടക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഈ ഓൺലൈൻ പാപ്പരാത്തികൾ എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത രീതിയിൽ നമുക്ക് നെഗറ്റീവ് തരുന്ന രീതിയിലൊക്കെ സംസാരം വരുന്നുണ്ട്. എടുക്കുന്നത് ശരിയല്ല, ഇടുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല വരേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അല്ല, ഞാൻ ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പ് നടന്നൊരു സംഭവം പറയാം. നമ്മളെ പടത്തിന്റെ റിവ്യൂവിന് പടത്തിന്റെ റെസ്പോൺസിന് ഒരു വീഡിയോ കണ്ടപ്പോ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ. അപ്പൊ നമ്മുടെ മനസ്സൊന്ന് വിഷമിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം ഇതൊരു പരിപാടിയല്ല. നമ്മൾ എത്ര കാലം കൊണ്ടാണ് ഒരു സിനിമ ഉണ്ടാക്കിയത്. ഒരു സിനിമ ചൊരുക്കൂട്ടി എടുക്കാൻ നോക്കുമ്പോൾ അറിയാൻ ബുദ്ധിമുട്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആൾക്കാരെ നല്ലതും പറഞ്ഞിട്ട് നമ്മൾ മൊബൈലിൽ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഹെഡിങ്ങിൽ ഒരു വീഡിയോ ആണ്. അയ്യോ, അപ്പൊ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ അകത്ത് എല്ലാവരും പോസിറ്റീവ് പറഞ്ഞേക്കണം. വീഡിയോ എടുത്ത ആൾ തന്നെ പോസിറ്റീവ് പറയണം. പക്ഷെ അതിന്റെ ഹെഡിങ് പക്ഷെ നമ്മളെ തളർത്തി. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? ദൈവമേ, നെഗറ്റീവ് കണ്ടിട്ടാണെങ്കിലും ഈ വീഡിയോ എല്ലാവരും അപ്പൊ ഇതെങ്ങനെയുള്ള സ്വരച്ചേർച്ചയില്ലായ്മകളുണ്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ എല്ലാ ആൾക്കാരും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇല്ല, എല്ലാവരും പറഞ്ഞില്ലല്ലോ. സോഷ്യൽ മീഡിയ അല്ല, ഞാനിന്ന് കണ്ട വേറെ വീഡിയോസ് കണ്ടോ? അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞ ഇതിന് ബേസിക്കലി നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി. ബ്രോ അങ്ങോട്ടല്ല പറ്റില്ല ബ്രോ. നമ്മുടെ ഫാമിലി കൊണ്ടുവരുമ്പോ ഇവരെടുക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നതും അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മളുടെ വീട്ടിലേക്കാണ് നമ്മളങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഇഷ്ടമോ എന്ന് നിങ്ങൾ സ്വയം. ഞാൻ പറയുന്നത് കുറച്ച് പേര് മാത്രം ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു മേഖലയിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കുറച്ച് പേര് ചെയ്യുന്നത് ആ ഒരു മേഖല തന്നെ ബാധിക്കുന്ന പോലെ തോന്നുന്നു. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. വ്യക്തിപരമാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒന്നോ രണ്ടോ പേര് പറഞ്ഞു വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിച്ചത്. അത് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അതല്ല, ഞങ്ങളുടെ വ്യക്തിപരമാണ്. അതും വ്യക്തിപരമാണ്. നിങ്ങൾ ചോദിച്ചതും വ്യക്തിപരമാണ്. എല്ലാം വ്യക്തിപരമാണ്. ആക്ച്വലി എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ ഒരു പത്രത്തിന്റെ കേസ് പറഞ്ഞില്ലേ? അപ്പം ആ പത്രത്തിന്റെ കേസും അതും നെഗറ്റീവ് പോസിറ്റീവ് എക്സറായി. പക്ഷെ ഈ നമ്മളൊരു അതിന്റെ ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു സഭയുടെ യാതൊരുവിധ അംഗീകാരവും ഇല്ലാതെയാണ് അങ്ങനെ ഒരു സംഭവം പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിലും ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. ഓഡിയൻസ് അല്ലെങ്കിൽ ആരെയാണ് ഏറെ കേട്ടാൽ അതിലെ എഴുത്താറാണ്, അഭിനേതാക്കളാണ്. ഇതിലെ അതേപോലെയുള്ള എല്ലാ വരുമ്പരായികളും എഴുത്തുകാരും സംവിധായകരും നൈസായിട്ട് കൈയൊഴിയുക. നിനക്കെന്തോ ചോദിക്കാണ്ടല്ലോ? നീ ലിഫ്റ്റിൽ നിന്ന് ചോദിച്ചല്ലോ എന്തോ. നിന്നോടായി പറഞ്ഞ നല്ല അഭിപ്രായം. പടക്കണ്ട മാത്രമല്ല, അവൻ അടുത്ത ഷോയിലുള്ള ഓഡിയൻസ് വരുന്നത് അവൻ ജെന്യുവിനായിട്ട് ചോദിച്ചിട്ട് എന്നോട് ഇപ്പൊ പറഞ്ഞു വെച്ചിട്ട് സാധനം സെറ്റാണ്, ഓക്കെയാണ്, ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞ താങ്ക് യു. കണ്ടോ, ഇത് വേറൊരു വ്യക്തിയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള വേറൊരു വ്യക്തിയാണ്. നമ്മളോട് പറഞ്ഞെങ്കിലും നമ്മളെ പറയാത്തോണ്ട് അവന് വേണ്ടി ഇവൻ പറഞ്ഞു. അല്ല, നമ്മൾ നേരിട്ട് പറയണം. അതിന് നന്ദി പറഞ്ഞ. ഇനി മുറികളിലാണ്